അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അത് സമ്പത്തല്ല, പ്രശസ്തിയല്ല, അധികാരവുമല്ല, അള്ളാഹുവിൻ്റെ കരുണയാണ്. അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ചാൽ ഈ ലോകത്തും പരലോകത്തും വിജയമുണ്ട്. എന്നാൽ ചില പ്രവർത്തികൾ ആ കരുണയിൽ നിന്ന് മനുഷ്യനെ അകറ്റുമെന്ന് ഖുർആനും സുന്നത്തും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം പരിശോധിക്കാം. ഭാഗം 1: നിസ്കാരം അവഗണിക്കുക. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയാണ് നിസ്കാരം. അത് അശ്രദ്ധയോടെ കാണുന്നത് വലിയ നഷ്ടത്തിലേക്ക് നയിക്കും. ഭാഗം 2: മാതാപിതാക്കളെ വേദനിപ്പിക്കുക. അവരുടെ ഹൃദയം തകർക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഒരു വിശ്വാസി സൂക്ഷിക്കണം. ഭാഗം 3: അഹങ്കാരം. സത്യം അറിഞ്ഞിട്ടും അഹങ്കാരം കാരണം അത് സ്വീകരിക്കാതിരിക്കുക മനുഷ്യനെ അപകടത്തിലാക്കും. ഭാഗം 4: കള്ളവും വഞ്ചനയും. വിശ്വാസിയുടെ അടയാളം സത്യസന്ധതയാണ്. വ്യാപാരത്തിലും ബന്ധങ്ങളിലും അത് പാലിക്കണം. ഭാഗം 5: പരദൂഷണവും അപവാദവും. മറ്റുള്ളവരുടെ മാന്യതയെ വാക്കുകൾ കൊണ്ട് തകർക്കുന്നത് വലിയ പാപമാണ്. ഭാഗം 6: ഹറാം സമ്പാദ്യം. ഹലാൽ ഉപജീവനവും തേടുന്നത് ഇബാദത്തിൻ്റെ ഭാഗമാണ്. ഭാഗം 7: ബന്ധങ്ങൾ വിച്ഛേദിക്കുക. ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ഭാഗം 7: തൗബ വൈകിപ്പിക്കുക. പിന്നീട് മതി എന്ന ചിന്ത അപകടകരമാണ്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഏറ്റവും നല്ല സമയം ഇന്നാണ്. ഭാഗം 7: ഖുർആനിൽ നിന്ന് അകന്നു പോവുക. ഖുർആൻ ഓതുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഭാഗം 10: അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതിരിക്കുക. ഓരോ അനുഗ്രഹത്തിനും നന്ദി പറയുന്ന ഹൃദയം അള്ളാഹുവിന് പ്രിയപ്പെട്ടതാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ അള്ളാഹു സത്യസന്ധമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ സ്നേഹിക്കുന്നു. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ തീരുമാനിക്കാം. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് തൻ്റെ കരുണയിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.